Okay, ഇന്നത്തെ ക്ലാസ് നോൺ അലീലിക് ഇന്ററാക്ഷൻ ഓഫ് ജീൻസ്. ഇതിനകത്ത് നമ്മൾ രണ്ടെണ്ണമാണ് പഠിക്കുന്നത്, കോംപ്ലിമെന്ററി ജീൻ ആക്ഷനും കോ എപ്പിസ്റ്റാറ്റിക് ജീൻ ആക്ഷനും. വാട്ട് ഈസ് കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ? എന്താണ് അതിന്റെ ഒരു റേഷ്യോ? നമ്മൾ അതിന്റെ ബ്രാക്കറ്റിൽ കാണുന്നുണ്ട് 9:7. ആഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, we will get 16. And what is complementary gene action? The first point, that is a non-allelic gene action. Complementary gene action പറയുന്നത് എന്താണ്? ഒരു non-allelic gene actions നെ പറ്റിയാണ് പറയുന്നത്. And this non-allelic genes that complement each other interact as a single unit എന്നാ പറയുന്നത്. അവർക്ക് രണ്ടുപേരും ഉണ്ടാവണം. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. That is, they interact as a single unit, and the result is what? Produce a phenotype which neither of them can produce independently all by itself. ഈ രണ്ടുപേര് ഉണ്ടാവും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ക്യാരക്ടർ. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അത്തരത്തിലുള്ളതാണ് കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ജീനുകൾ ഉണ്ടാവും. ആ ജീനുകൾ രണ്ടുപേർക്കും ഒരേപോലെ പ്രവർത്തിച്ചെങ്കിലേ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിനോടൈപ്പ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ നോൺ അലീലിക് ജീൻസ് in which each gene complements the other to produce a phenotypic effect which neither of them can produce in the absence of the other. ഈ ഓരോ ജീനുകളും മറ്റേ ജീനിനെ ഒരു എഫക്റ്റ്, ഒരു ഫിനോട്ടിപ്പിക്, ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജീൻ മറ്റേ ഒരു ജീനിന് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജീനും കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, ഒരു ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമുക്ക് അറിയാം ഡോമിനൻസ് എന്താണെന്ന് അറിയാം. ഡോമിനന്റിനകത്ത് കണ്ണുമടച്ച് ഒരെണ്ണത്തിന് സപ്രസ് ചെയ്ത് വെക്കും. ആ ഡോമിനന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളത് മാത്രം അതിന് അവിടെ എക്സ്പ്രസ്ഡ് ആകും. അതാണ് ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത്. ആ അവിടെയുള്ള റെസസീവ് ജീൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സപ്രസ്ഡ് ആയിരിക്കും. നമ്മൾ വേറൊന്ന് പഠിച്ചു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു. അവിടെ എന്താ പറയുന്നത്? നൈദർ ഡോമിനന്റ് നോർ റെസസീവ് എന്ന് പറഞ്ഞു. ആരും അവിടെ ഡോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ആർക്കും അവിടെ റെസസീവ് ആയിട്ടിരിക്കാനും സാധിക്കത്തില്ല. പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്നതിന് ശേഷം അവർ രണ്ടുപേരുടെയും കൂടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റും കൂടെ വരുമ്പം റെഡും അല്ല വൈറ്റും അല്ല വരുന്നത്, ഇന്റർമീഡിയറ്റ് ഒരു കളറേഷൻ ഉള്ള പിങ്ക് കളറുള്ള ഫ്ലവർ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഡോമിനൻസിന്റെ കാര്യം നമ്മൾ പറയും. പക്ഷേ ഇവിടുത്തെ ഡോമിനൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവിടെയും രണ്ടുപേരും ഡോമിനന്റും അല്ല എങ്കിൽ റെസസീവും അല്ല, രണ്ടുപേരും ഡോമിനന്റ് തന്നെയാണ്. പക്ഷെ ഇവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് that can make a particular or a different phenotype. ഇവർ ഒന്നുമല്ലാത്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിനോടൈപ്പ് ആയിരിക്കും ഇവര് ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടുത്തെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. രണ്ട് വെള്ള പൂക്കൾ പിടിക്കുന്ന വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ we will get a purple colored ഫ്ലവേർഡ് പ്ലാന്റ്. പർപ്പിൾ കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. എല്ലായിടത്തും രണ്ട് വെള്ള പൂക്കളെ എടുത്ത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പർപ്പിൾ കളർ ഒന്നും വരത്തില്ല. ഒരു എക്സാമ്പിൾ കണ്ട അല്ലെങ്കിൽ ഡിഫറൻസ് വന്നതിനകത്തുള്ള ഒരെണ്ണത്തിനെ കാണിച്ച് പറയുന്നതാണ്. അപ്പൊ ഇവിടെ രണ്ടും വെള്ളയായിരുന്നപ്പോ ഇവിടെ എങ്ങനെ ഒരു പർപ്പിൾ കളർ ഒരു ഇവിടെ വന്നു? അതാണ് ആ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ എക്സ്പെരിമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി, one of them is a determiner gene and another one is an initiator or supporter gene. ഒരെണ്ണം ഒരു ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ജീനാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ജീൻ ഉണ്ട്, അത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിനെ ആ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ രണ്ട് ജീനുകളാണ് എവിടെയുള്ളത്? കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ അകത്ത് ഉള്ളത്. ഒരെണ്ണം ഡിറ്റർമിനർ ജീനും ഉണ്ട്, അടുത്ത ഒരെണ്ണം ഇനിഷ്യേറ്റർ അല്ലെങ്കിൽ സപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ജീനും ഉണ്ട്. അപ്പൊ കോംപ്ലിമെന്ററി ജീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോമിനന്റ് ജീനുകൾ അല്ലെങ്കിൽ രണ്ട് ജീനുകൾ
പരസ്പരം അവർക്കൊരു ബന്ധമുണ്ട്. രണ്ടുപേരും കൂടെ ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒരാളില്ല, ഒരാൾ ഡോമിനന്റ് അല്ല, ഒരാൾ മാത്രമേ ഡോമിനന്റ് ആയിട്ടുള്ളൂ എങ്കിൽ ഒരു ക്യാരക്ടർ വരും. ആ ഡോമിനന്റ് ആയിട്ടുള്ളത് റെസസീവും അടുത്ത ഒരെണ്ണം ഡോമിനന്റ് ആയിട്ട് വരുമ്പം വേറൊരു ക്യാരക്ടർ വരും. ഇനി രണ്ടിനകത്തും ഓരോ ഡോമിനന്റ് ജീലെങ്കിലും ഉണ്ട് എങ്കിൽ ഈ രണ്ട് ക്യാരക്ടറുമല്ല മൂന്നാമതൊരു ക്യാരക്ടറായിട്ടും വരും ഇവിടെ. അങ്ങനെയാണ് ഈ കോംപ്ലിമെന്ററി ജീൻ ആക്ഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ ഉണ്ട്. ഡോമിനന്റ് കോംപ്ലിമെന്റേഷനും ഉണ്ട്, റെസസീവ് കോംപ്ലിമെന്റേഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ? ഡോമിനന്റ് അലീൽസ് ഓഫ് 2 or more genes are involved in the homozygous or heterozygous state. രണ്ടോ അതിൽ കൂടുതലോ ജീനുകൾ ഹോമോസൈഗസോ ഹെട്രോസൈഗസോ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഡോമിനന്റ് ജീനുകൾ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് പറയുന്നത്? ഡോമിനന്റ് കോംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ട്രേറ്റിൽ റെസസീവ് ആയിട്ടുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഓൾവേസ് ഇൻ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ. ഹോമോസൈഗസ് റെസസീവ് മാത്രമുള്ളപ്പോഴായിരിക്കും റെസസീവ് കോംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഡോമിനന്റ് കോംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഹോമോസൈഗസോ ഹെട്രോസൈഗസോ കണ്ടീഷനിൽ വരാം. ഇത് ഹോമോസൈഗസ് ആണെങ്കിൽ അത് രണ്ടെണ്ണം അല്ലെങ്കിൽ എല്ലാം ഡോമിനന്റ് ആയിട്ട് നിൽക്കാം. ഹെട്രോസൈഗസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണമെങ്കിലും എന്തായാൽ മതി? ഡോമിനന്റ് ആയാൽ മതി. രണ്ടെണ്ണം റെസസീവ് ആയാലും പ്രശ്നമില്ല. ഈ കണ്ടീഷനിൽ ഡോമിനന്റ് കോംപ്ലിമെന്റേഷനും ഉണ്ടാകും. എല്ലാ ജീനുകളും ഹോമോസൈഗസ് റെസസീവ് ആയി കഴിഞ്ഞാൽ അവിടെ റെസസീവ് കോംപ്ലിമെന്റേഷനും ഉണ്ടാകും. ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ കാണിച്ചേക്കുന്നത് എന്താണ്? ലാത്തിറസ് എന്ന് പറയുന്ന പ്ലാന്റിനകത്തുള്ള ഫ്ലവർ ആണ്. രണ്ട് വൈറ്റ് ഫ്ലവേർഡ് വെറൈറ്റികളെ എടുത്ത് ഫ്യൂസ് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പർപ്പിൾ കളർ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് കിട്ടിയത്. അത് F1 ജനറേഷൻ. ഇനി F2 ജനറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ദ F1 ജനറേഷൻ is self fertilized and will produce the second generation, filial generation, that is F2 generation, and we will surely get 16 number. അതൊരു കാൽക്കുലേറ്റഡ് നമ്പർ ആണ് അല്ലെ? 16 ഒന്നും ആയിരിക്കത്തില്ല, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണം കിട്ടുമായിരിക്കും. പക്ഷെ അതിനൊരു കാൽക്കുലേഷനിൽ കയറ്റി കഴിയുമ്പോൾ നമ്മൾ അതിന് 16ന്റെ എണ്ണത്തിൽ കൊണ്ടുവന്ന് നിർത്തും. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് എന്താണ് ഈ 9:3 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കോമ്പിനേഷൻ റേഷ്യോസും പറയുന്നത് നമ്മൾ അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 9 എന്ന് പറയുന്നത് പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റിനെയും കിട്ടി, 7 വൈറ്റ് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റിനെയും കിട്ടി. എന്തൊക്കെയാ കിട്ടിയത്? 9 പർപ്പിൾ ആൻഡ് 7 വൈറ്റ് കളേർഡ് പ്ലാന്റ്സ്. 9:7. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞപ്പോൾ, അതിന്റെ ജീനോടൈപ്പ് എടുത്ത് നോക്കിയപ്പോൾ, അതിന്റെ ജീനിനെ എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് വാട്ട് ഈസ് ഡോമിനന്റ് കോംപ്ലിമെന്റേഷൻ, വാട്ട് ഈസ് റെസസീവ് കോംപ്ലിമെന്റേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 ജീനുകളെങ്കിലും ഡോമിനന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഡോമിനന്റ് അത് ഹോമോസൈഗസോ ഹെട്രോസൈഗസോ ഒക്കെ വരും, രണ്ടെണ്ണമെങ്കിലും ഡോമിനന്റ് ജീനുകൾ ഉണ്ട് എങ്കിൽ അവിടെ ഡോമിനന്റ് കോംപ്ലിമെന്റേഷൻ നടക്കും. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ആ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഒരെണ്ണം ക്യാപിറ്റൽ സി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ക്യാപിറ്റൽ പി, അതൊരു പർപ്പിൾ കളറാണ്. ഇനി അതിന്റെ ലാസ്റ്റ് കോളത്തിൽ നോക്കൂ, ക്യാപിറ്റൽ സിയും സ്മോൾ സിയും ക്യാപിറ്റൽ പിയും സ്മോൾ പിയും, അത് വേറൊരു എന്താണ് കോമ്പിനേഷൻ ആണ്. അവിടെയും പർപ്പിൾ കളർ തന്നെയാണ് വരുന്നത്. പക്ഷെ എന്താണ് അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്? രണ്ടെണ്ണം ഡോമിനന്റ്, അത് രണ്ടും വ്യത്യസ്തങ്ങളായ ജീനുകളാണ്. സിയും പിയും ആണ് കൊടുത്തേക്കുന്നത്. രണ്ടും 2 അലീലാണ്, നോൺ അലീലാണ്. അവർ രണ്ടുപേരും ഒരെണ്ണമെങ്കിലും ഡോമിനന്റ് ആയിട്ട് വന്നതിന്റെ പേരിലാണ് പർപ്പിൾ കളർ വന്നത്. ഇനി ആ കോളങ്ങളിൽ എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കാണാം, ഒന്നല്ലെങ്കിൽ 2 എണ്ണം മാത്രമേ റെസസീവ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. അത് ഒരേ കോമ്പിനേഷൻ അല്ല, അല്ലെങ്കിൽ ഒരേ ലെറ്റർ അല്ല അവിടെ കാണുന്നത്. ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഡോമിനന്റ് ആയിട്ടിരിക്കുന്ന എല്ലാ കണ്ടീഷനിലും കിട്ടിയത് എന്താണ്? പർപ്പിൾ കളറായിട്ടുള്ള ഫ്ലവർ ആണ്. പർപ്പിൾ കളറായിട്ടുള്ള ഫ്ലവർ ആണ്. അതേസമയം വൈറ്റ് കളറോ, വൈറ്റ് കളറിനകത്ത് ക്യാപിറ്റൽ സികള് അല്ലെ, ക്യാപിറ്റൽ സി രണ്ടും ചിലപ്പം സി രണ്ടും ചിലപ്പോൾ ക്യാപിറ്റൽ ആകാം, പി രണ്ടും ചിലപ്പം ക്യാപിറ്റൽ ആകാം, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും
ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ഒരെണ്ണം ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടെണ്ണവും ക്യാപിറ്റൽ. അതായത് ഒരു സിയും ഒരു പിയും കൂടെ അല്ല ക്യാപിറ്റൽ ആയിട്ട് വന്നേക്കുന്നത്. ഏതെങ്കിലും ഒരു കളറ് അല്ലെങ്കിൽ ഒരു ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചേക്കുന്നത്? അവിടെയും വൈറ്റ് വന്നിട്ടുണ്ട്. അതേസമയം അതിന്റെ ഏറ്റവും അറ്റത്ത് വരുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് കിടക്കുന്നത്, അതും വൈറ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ രണ്ട് ജീനുകൾ, രണ്ട് അലീലുകൾ, ഈ രണ്ട് അലീലുകളും കുറഞ്ഞത് ഓരോന്നെങ്കിലും ഡോമിനന്റ് കണ്ടീഷനിൽ ഇരുന്നില്ല എങ്കിൽ പർപ്പിൾ എന്ന് പറയുന്ന ഒരു കളറേഷൻ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ പർപ്പിൾ എന്ന് പറയുന്ന ഒരു കളറേഷന് ആവശ്യമായിട്ടുള്ള രണ്ട് പ്രത്യേകതരം ജീനുകളാണ്, പ്രത്യേകതരം അലീലുകളാണ്. അത് ഒരേപോലത്തെ ഹോമോസൈഗസ് അല്ല, ഹെട്രോസൈഗസിനകത്തുള്ള അലീലാണ്. അതുകൊണ്ടാണ് നോൺ ഹോമലോഗസ് എന്ന് നമ്മൾ, അല്ല നോൺ അലീലിക് എന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് സിയും പിയും അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഓരോന്നെങ്കിലും എന്തായിരിക്കണം? ഡോമിനന്റ് ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? പർപ്പിൾ കളർ വരത്തുള്ളൂ. അപ്പൊ ഈ പർപ്പിൾ കളറിന്റെ ജീനോടൈപ്പും വളരെ ഡിഫറെന്റ് ആണ്, വൈറ്റ് കളറിന്റെ ജീനോടൈപ്പും വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഒറ്റ ഒരു റൂള് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക, ഈ രണ്ട് അലീലിനകത്തും ഒരെണ്ണം വെച്ചെങ്കിലും എന്തായിരിക്കണം? ഡോമിനന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പർപ്പിൾ കളറും വരും, അതല്ലാത്ത പക്ഷം വൈറ്റ് കളറും ആയിരിക്കും. അല്ലാത്ത എല്ലാ തരത്തിലുള്ള കോമ്പിനേഷനും മറ്റേനകത്ത് കാണുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ സി മാത്രം രണ്ടും ക്യാപിറ്റൽ ആയിരിക്കുന്നുണ്ട്, രണ്ട് പിയും ക്യാപിറ്റലായി വരുന്നുണ്ട്. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വൈറ്റ് ആണ്, എല്ലാം സ്മോൾ ആയി വരുന്നതും ഉണ്ട്, എല്ലാം വൈറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ, ഒരു ഇന്ററാക്ഷൻ, ജീൻ ആക്ഷൻ ആണ് കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 9:3:3:1 എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ, ഫിനോട്ടിപ്പിക് കോമ്പിനേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഓർ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻടു 9:7 ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് വി can see that 3:3:1 and these are different types of gene combinations and this produce white colored flowers. മനസ്സിലായോ? അത്രയും കാര്യങ്ങളാണ് ഈ കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത ഒരെണ്ണം വരുന്നത് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു, എപ്പിസ്റ്റാസിസ് യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ട്. കോ എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പിസ്റ്റാസിസ് എന്താണെന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ രണ്ട് തരത്തിലുള്ള ജീനുകളുണ്ട്, എപ്പിസ്റ്റാറ്റിക് ജീനുമുണ്ട്, ഹൈപ്പോസ്റ്റാറ്റിക് ജീനുമുണ്ട്. എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ സപ്രസ് അനദർ വൺ ജീൻ, ആക്ഷൻ ഓഫ് അനദർ വൺ ജീൻ. അതാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് സപ്രസിംഗ് ജീൻ എന്ന് പറയും അതിനെ. അതാണ് അവര് ഡോമിനന്റ്, അതാണ് അതിന്റെ ഒരു മീനിങ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? ഡോമിനന്റ് ആയിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സപ്രസിംഗ് ജീൻ എന്ന് പറയുന്നത്? എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് അതിനെ പറയും. അതേസമയം ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് പോയ ജീനിനെ എന്തോ പറയും? ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറയും. എന്താണ് ഇവിടുത്തെ ഡെഫിനിഷൻ നോക്കിക്കേ? നോൺ റെസിപ്രോക്കൽ ജീൻ ഇന്ററാക്ഷൻ in which one gene suppresses the expression of another non-allelic gene. നേരത്തെയൊക്കെ നമ്മൾ ഡോമിനന്റ് എന്നും റെസസീവ് എന്നും ഒക്കെ പറഞ്ഞു, അത് അലീലിക്കിന്റെ കണ്ടീഷനിൽ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നോൺ അലീലിക്കിലെ ഒരു ജീനിനെ മറ്റൊരു നോൺ അലീലിക് ആയിട്ടുള്ള ജീൻ മറച്ചു വെക്കുവാണെങ്കിൽ അതാണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഫിനോടൈപ്പ് is determined effectively by the suppressing gene and not by suppressed gene. ഫിനോട്ടിപ്പിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആരാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്? It is by suppressing gene. Suppressing gene എന്ന് വെച്ചാൽ ആരാണ്? എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് വെച്ചാൽ അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ജീൻ. അതായിരിക്കും ഈ ഫിനോടൈപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റേയാള് ഒളിഞ്ഞിരിക്കും, അതിനെയാണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. ആ ജീനാണ് സപ്രസ്ഡ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അതൊരു ഡോമിനന്റ് റെസസീവിന്റെ പോലെയുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ നോൺ അലീലിക്കിനകത്താണ് നമ്മളത് കാണുന്നത്. ഇനി പലതരത്തിലുള്ള എപ്പിസ്റ്റാസിസുകളുണ്ട്. ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഉണ്ട്, റെസസീവ് എപ്പിസ്റ്റാസിസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എപ്പിസ്റ്റാസിസ് വിത്ത് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് എപ്പിസ്റ്റാസിസ് ഉണ്ട്. ആൻഡ് വി ക്യാൻ സീ ഡിഫറെന്റ് റേഷ്യോസ് ഇൻ ദ ബ്രാക്കറ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ക്ലാസ്സസ്. അതിന്റെ ഓരോന്നിനകത്ത് നമുക്ക് കാണാം വ്യത്യസ്തങ്ങളായിട്ടുള്ള
ഫിനോടൈപ്പുകളാണ് കാണുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അടുത്ത ഒരെണ്ണമാണ് കോ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോ എപ്പിസ്റ്റാസിസ്. എന്താണ് കോ എപ്പിസ്റ്റാസിസ്? ഇവിടെ കോ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ ഒന്ന് കൂട്ടത്തിലുണ്ടെന്ന് അല്ലേ? നോൺ അലീലിക് ഇന്ററാക്ഷൻ ഇൻ വിച്ച് ദ ഡിഫറെന്റ് ഡോമിനന്റ് ജീൻസ് ഡിറ്റർമിനിങ് ദ സെയിം ട്രേറ്റ് assort independently, interact with each other and produce a new phenotype. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നോൺ അലീലിക്കിനകത്ത് ഒരു പ്രത്യേകത വരുന്ന പലതരത്തിലുള്ളത് വരുന്നുണ്ട്. അതിനകത്ത് രണ്ടെണ്ണം ഡോമിനന്റുകൾ വരും. മറ്റേടത്ത് നമ്മൾ കണ്ടു രണ്ടെണ്ണം രണ്ട് ക്യാരക്ടർ വന്നപ്പോൾ മൂന്നാമതൊരു ക്യാരക്ടർ അവിടെ ഇല്ലാത്ത ഒരെണ്ണം വന്നത്. പർപ്പിൾ എന്ന് പറഞ്ഞൊരു കളർ വന്നിരുന്നു. രണ്ട് വൈറ്റിനെ കൊടുത്തപ്പോൾ പർപ്പിൾ വന്നു. അതൊരു കോംപ്ലിമെന്ററിക്കകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇവിടെ വളരെ ഡിഫറെന്റ് ആയിട്ട് വേറൊരു കാര്യം കാണുന്നതെന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ജീനുകളുണ്ട്, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതിന് രണ്ടിനും വ്യത്യസ്തങ്ങളായ രണ്ട് എക്സ്പ്രഷൻ കാണും. പക്ഷെ ഈ രണ്ട് ജീനുകളും കൂടെ വന്നു കഴിഞ്ഞാൽ neither of them express nor suppress. രണ്ടുപേർക്കും അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ കാണിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? രണ്ടുപേരും കൂടെ ചേർന്നതിന് ശേഷം മൂന്നാമതൊരു ക്യാരക്ടർ ആയിരിക്കും അവിടെ കാണുന്നത്. അത് entirely different from both the dominant and both the dominant നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും? ഫിനോടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ 9:3:3:1 എന്ന് പറയുന്ന നമ്മൾ പഴയ മെന്റൽ പറഞ്ഞ പോലെയുള്ള ഒരു കോമ്പിനേഷൻ തന്നെ കാണാനും പറ്റും. ഇത് ബെയ്റ്റ്സൺ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇതിനെ കണ്ട് എപ്പിസ്റ്റാറ്റിക് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചത് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ട ആ സയന്റിസ്റ്റ് തന്നെയാണ് ബെയ്റ്റ്സൺ. അദ്ദേഹം പല പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഫൗളില് അതിന്റെ കോംബ് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? കോഴിയുടെ ഈ പൂവുണ്ടല്ലോ അതിന്റെ പാറ്റേണിൽ വന്നേക്കുന്ന വ്യത്യാസം, അതിന് ഒരു സ്റ്റഡി നടത്തി എങ്ങനെയാണ് ഇത് വന്നേക്കുന്നതെന്ന്. അങ്ങനെ അദ്ദേഹം പഠിച്ച 3-4 ക്യാരക്ടർ, അതായത് കോംബ് ക്യാരക്ടർ ഉണ്ട്. ഒന്ന് സിംഗിൾ എന്ന് പറയുന്ന കോംബ് പാറ്റേൺ ഉള്ള ഒരെണ്ണം, വേറൊരെണ്ണം റോസ് കോംബ് പാറ്റേൺ, പിന്നൊരെണ്ണം പീ കോംബ് പാറ്റേൺ ആൻഡ് അനദർ വൺ ഇസ് വാൾനട്ട്. അങ്ങനെ 4 തരത്തിലുള്ള കോംബ് പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് ആ പടത്തിനകത്ത് കാണാം. എ പറഞ്ഞാൽ സിംഗിൾ ആണ്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന കോഴി, പൂവൻ കോഴി, അതിന്റെ കോംബ് പാറ്റേൺ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത് കാണുന്ന എന്താണ്? റോസ് എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അതാണ് ബിയിൽ പറഞ്ഞേക്കുന്നത്. സി പറഞ്ഞേക്കുന്നത് പി കോംബ് ഉള്ളതാണ്. അതുപോലെ ഡി ആണ് വാൾനട്ട് എന്ന് പറയുന്ന കോംബ് പാറ്റേൺ ഉള്ളത്. ഇനി നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. റോസും പിയും രണ്ടും ഡോമിനന്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ എക്സാക്ട് നമ്മൾ പറഞ്ഞ കോ ഡോമിനന്റ് ആണെന്ന് നമ്മൾ പറയും. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ബ്ലഡിന്റെ കോ ഡോമിനൻസ് പഠിച്ചായിരുന്നു ഇല്ലേ? അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്. അവിടെ അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ രണ്ടുപേർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരും കൂടെ ചേർന്നതിന് ശേഷം മൂന്നാമതൊരു ക്യാരക്ടറിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ റോസ് എന്ന് പറയുന്നതിന് ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, പി ക്യാപിറ്റൽ P കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്നാൽ സിംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റ് ലഗോൺ എന്നൊക്കെ ഉള്ള പിന്നെ കോഴികളെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ലഗോൺ ആണ്. അവിടെ എല്ലാ ലെറ്റേഴ്സും സ്മോളിനകത്താണ് ഈ പ്രത്യേക ക്യാരക്ടറിന് വേണ്ടി കാണിക്കുന്നത്. സ്മോൾ ആറും സ്മോൾ പി. അപ്പൊ ഡോമിനന്റ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ജീനോടൈപ്പ് കാണാം. ക്യാപിറ്റൽ ആറും വരാം, ക്യാപിറ്റൽ R സ്മോൾ ആറും വരാം. എന്ന് പറഞ്ഞാൽ ഒരു എണ്ണമെങ്കിലും ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ അവിടെ എന്ത് വരും? റോസ് കോംബുള്ള ഒരു ഫൗളായിരിക്കും വരുന്നത്. അതേസമയം ഡോമിനന്റ് പി, അതിന് ബ്രഹ്മാസ് എന്നാണ് അതിന് പറയുന്നത്. അതേസമയം യാൻഡോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് പിന്നെ തരത്തിലുള്ള കോഴികളാണ് ഡോമിനന്റ് റോസ് ഉള്ളത്. അപ്പൊ പിയുടെ ബ്രഹ്മാസിനകത്ത് ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ P ഉണ്ടെങ്കിൽ അതിന്റെ കോംബ് പാറ്റേൺ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ആയിരിക്കും. ആ സിയിൽ കാണുന്നതാണ് പി കോംബ് പാറ്റേൺ. ഇനി ഇങ്ങനെയുള്ള ഒരു റോസിനെയും പിയെയും രണ്ട് തരത്തിലുള്ള കോംബ് പാറ്റേൺ ഉള്ളത്, രണ്ടും ഡോമിനന്റ് ആണെന്ന് നമ്മൾ കണ്ടു. ഇതിന് രണ്ടിനെയും കൂടെ എടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോസും കിട്ടത്തില്ല, പിയും കിട്ടത്തില്ല. പകരം another one type of pattern of comb will developed in the fowl that is called walnut. And see the gene combination or genotype of that walnut. ആദ്യത്തെ ഒരെണ്ണത്തിനകത്ത് 4
alleles are in dominant condition, capital R, capital R, capital P, capital P. Next one, ഒരെണ്ണം recessive ആയി മാറി, അത് small p ആണ്. പിന്നത്തേനകത്ത് ഒരു small r ഉണ്ട്. അടുത്തതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും capital R ഉം capital P യും ഓരോന്ന് വീതം ഉണ്ട്. നേരത്തെ പറഞ്ഞേക്കുന്ന കോമ്പിനേഷൻ അകത്ത് ഡോമിനന്റ് റോസിനകത്തും ഡോമിനന്റ് പിക്കകത്തും ജീനോടൈപ്പ് പറയുന്നതിനകത്ത് ഒരു capital R ആയാലും ഒരു capital P വന്നാലും ആ ഡോമിനന്റ് റോസും പിയും ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും വാൾനട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു, രണ്ടിനകത്തുനിന്നും ഓരോന്ന് വേണം ഇല്ലേ? ആ രണ്ടിനകത്തേന്നും ഓരോ ജീനെങ്കിലും ഡോമിനന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് വാൾനട്ട് എന്നാണ് അതിനെ പറയുന്നത്. വാൾനട്ട് എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ബേറ്റ്സന്റെ സ്റ്റഡി കാണിച്ചേക്കുന്നത് ടു ബ്രീഡിംഗ് എന്താണ് പലതരത്തിലുള്ള ബ്രീഡുകളെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് റോസ് കോംഡും അതുപോലെ തന്നെ സിംഗിൾ കോംഡും. നേരത്തെ സിംഗിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് റെസസീവ് ആണെന്ന് പറഞ്ഞു എല്ലാ ലെറ്റേഴ്സും സ്മോളിലാണ് കാണിച്ചിരുന്നത്. അപ്പൊ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റോസ് കോംഡിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള സിംഗിൾ കോംഡിനെയും എടുത്തിവിടെ ഫ്യൂസ് ചെയ്യിക്കും. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് F1 ജനറേഷനകത്ത് എല്ലാം റോസ് ആയിരിക്കും. കാരണം എന്താണ്? റോസിന്റെ ആണ് ഒരു ഡോമിനന്റ് ജീൻ അവിടെ ഉള്ളത്. ആ റോസിനെ എല്ലാത്തിനെയും എടുത്ത് അല്ലെങ്കിൽ അതിനെ തന്നെ പിന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ F2 ജനറേഷനകത്ത് ഈ രണ്ട് തരത്തിലുള്ളതും പ്രൊഡ്യൂസ് ചെയ്യും. റോസും വരും, സിംഗിളും വരും. അത് നമ്മളെ നേരത്തെ കണ്ടിട്ടുള്ള പോലെ 3:1 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ കാണും. ഇതേപോലത്തെ തന്നെ എക്സ്പെരിമെന്റ് ആണ് പിയും സിംഗിളും വെച്ച് ചെയ്യും. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോമിനന്റ് ആണ്, സിംഗിൾ ഇവിടെയും റെസസീവ് തന്നെ ആയിരിക്കും. അപ്പൊ F1 ജനറേഷനിൽ എല്ലാം എന്ത് വരും? ഡോമിനന്റ് ആയിട്ടുള്ള പി തന്നെ എക്സ്പ്രസ് ചെയ്യും. അതേസമയം F2-നകത്താണെങ്കിലോ പിയും വരും, സിംഗിളും വരും. ഏത് കോമ്പിനേഷനിൽ? 3:1 എന്ന് പറയുന്ന കോമ്പിനേഷൻ. Here the pairs are differ in one pair of alleles. ഒരു പെയർ അലീലിനകത്ത് മാത്രമാണ് ഡിഫറൻസ് കാണുന്നത്. ഇത് രണ്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തു. മൂന്നാമതൊരു എക്സ്പെരിമെന്റ്, അതാണ് വളരെ നമുക്ക് പറയാൻ പോകുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ കാണുന്നത്. എന്താണെന്ന് നോക്കിക്കേ. റോസിനെയും പിയെയും കൂടെ എടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, റോസ് എന്ന് പറയുമ്പം എന്താണ്? രണ്ട് ക്യാപിറ്റൽ R ഉള്ള പ്യുവർ ആയിട്ടുള്ളതിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ പി എന്ന് പറയുന്നത് രണ്ട് പിയും ക്യാപിറ്റൽ ആയിട്ടുള്ള പി കോമ്പിഡിനെയും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ടെണ്ണത്തിനെ എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ അപ്പുറത്തേക്ക് നോക്കൂ, ആ പടത്തിനകത്ത് നോക്കി കാണാം, മഞ്ഞ രണ്ട് കോഴികളെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിനകത്തുനിന്ന് RRPP ക്യാപിറ്റൽ ആറും സ്മോൾ പിയും ക്യാപിറ്റൽ പിയും സ്മോൾ ആറും ഉള്ള രണ്ട് കോമ്പിനേഷൻ എടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ F1 ജനറേഷനിൽ വന്നേക്കുന്നത് മിക്സ് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ പി സ്മോൾ പി എന്ന് പറഞ്ഞ് ആ കോംബ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റേതിന്റെ രണ്ടിന്റെയും പോലെയല്ല. ഇവിടെ വന്നേക്കുന്ന കോംബ് പാറ്റേൺ എന്ന് പറയുന്നത് വാൾനട്ട് എന്ന് പറയുന്ന ഒരു കോംബ് പാറ്റേൺ ആണ്. ഈ കോംബ് പാറ്റേൺ ഉള്ള വാൾനട്ടിനെ എന്ത് ചെയ്തു? സെൽഫ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ കോമ്പിനേഷൻസിനെയും നമുക്ക് കാണാൻ കിട്ടി. അതായത് നമുക്ക് പേരന്റൽ കോമ്പിനേഷൻസ് അല്ലാത്ത ഒരു കോമ്പിനേഷൻ ആണ് വാൾനട്ട് എന്ന് പറഞ്ഞു വന്നിരുന്നത്. ആ വാൾനട്ടിനെയും കിട്ടുന്നുണ്ട്, പേരന്റൽ കോമ്പിനേഷനെയും കിട്ടുന്നുണ്ട്. അതുപോലെ വേറെ ആരെ കിട്ടി? ഇവിടെ ഒന്നും നമ്മൾ കാണാത്ത സിംഗിളിനെയും കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 4 തരത്തിലുള്ള കോമ്പിനേഷൻസിനെയും നമുക്ക് ടൈപ്പിൽ കാണാൻ കിട്ടുന്ന ഒരു തരത്തിലുള്ള ബ്രീഡിംഗ് ആണ് നമ്മുടെ ബേറ്റ്സൺ നടത്തിയേക്കുന്നത്. അത് റോസ് കോമ്പിനെയും പി കോമ്പിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ F1 ജനറേഷൻ എല്ലാം വാൾനട്ട് വന്നു. ആ വാൾനട്ടുകളെ ക്രോസ് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംബ് പാറ്റേൺഡ് ഫൗൾസ് വിൽ ജനറേറ്റ്. അതിന്റെ പ്രപ്പോർഷൻ ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ്? ആ ഒരു സ്ക്വയർ ബ്രൗൺ കളർ പോലെ കാണുന്നതിനകത്ത് എത്ര എണ്ണങ്ങളാണ് വരുന്നത് നോക്കിയേ. 9 നമ്പേഴ്സ് വരുന്നുണ്ട്. എല്ലാം എന്താണ്? വാൾനട്ട് ആണ്. അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഒരു തരത്തിലുള്ള ജീന് ഓരോന്നെങ്കിലും വെച്ച് ഡോമിനന്റ് ആയിട്ടുണ്ട്. ആറും പിയും ഓരോന്നെങ്കിലും എല്ലാത്തിനകത്തും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന കാണാം. അതേസമയം റോസ് നോക്കൂ, റോസിനകത്ത് ഒരെണ്ണമെങ്കിലും എന്തുണ്ടാവണം? 6 ക്യാപിറ്റൽ ആയിരിക്കണം. ഒരെണ്ണമെങ്കിലും 6 ക്യാപിറ്റൽ ആയിരിക്കുവാണെങ്കിൽ അത് ഡോമിനന്റ് ആയിരിക്കും. പി ആണെങ്കിലോ ഒരു പി എങ്കിലും ക്യാപിറ്റൽ ആണെങ്കിൽ അത് പി ആയിരിക്കും, അത് ഡോമിനന്റ് ആയിരിക്കും, അത് പി ആയിരിക്കും. അതേസമയം ഒന്നുമേ ഡോമിനൻസ് കാണിക്കുന്നില്ല, ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ പിയും ഇല്ല, സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ പി സ്മോൾ പി. So here that group shows the single combo pattern. So here we get 9:3:3:1. That is the ratio produced after the fertilization of two types of
dominant combed fowl, rose and pea, and the first generation would be produce walnut, and the second generation produce 4 different kinds of comb patterned fowls. That is the result of Bateson's study. അതാണ് നമ്മൾ പറയുന്ന എന്തിൻ്റെ ഈ പറഞ്ഞേക്കുന്ന co-episode